ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യപാദ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കാൻ കരുത്തരായ FC ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ ഭൂരിഭാഗം സമയത്തും 10 പേരെ വെച്ചുകൊണ്ടാണ് ബാഴ്സ കളിച്ചിട്ടുള്ളത്. എന്നിട്ടും വിജയം സ്വന്തമാക്കാൻ FC ബാഴ്സലോണയ്ക്ക് സാധിക്കുകയായിരുന്നു. മത്സരത്തിന്റെ 22ാമത്തെ മിനിറ്റിൽ തന്നെ ബാഴ്സലോണയുടെ പ്രതിരോധ നിര താരമായ കുബാർസിക്ക് റെഡ് കാർഡ് വഴങ്ങി പുറത്തേക്ക് പോകേണ്ടി വന്നിരുന്നു. എതിർ താരത്തെ അദ്ദേഹം ഫൗൾ ചെയ്യുകയായിരുന്നു. ഇതോടുകൂടിയാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിച്ചത്. ഇതോടെ ബാഴ്സയുടെ നില പരുങ്ങലിലായി എന്നുള്ളതാണ് ആദ്യ പകുതി. പിന്നീട് മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. പിന്നീട് 61ാമത്തെ മിനിറ്റിലാണ് FC ബാഴ്സലോണയുടെ വിജയ ഗോൾ പിറക്കുന്നത്. ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ ഒരു മികച്ച ഗോളാണ് നേടിയിട്ടുള്ളത്. കിട്ടിയ അവസരം അദ്ദേഹം കൃത്യമായി മുതലെടുത്ത ഒരു മികച്ച ഷോട്ടിലൂടെയാണ് അദ്ദേഹം ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഗോളാണ് FC ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മത്സരത്തിൽ ഉടനീളം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത് FC ബാഴ്സലോണയ്ക്ക് തന്നെയായിരുന്നു. കാരണം 10 പേരെ വെച്ചുകൊണ്ടാണല്ലോ അവർ കളിച്ചത്. ആകെ 26 ഷോട്ടുകൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ ഗോൾ പോലും അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടില്ല. അതിന് നന്ദി പറയേണ്ടത് അവരുടെ ഗോൾ കീപ്പറായ ഷെസ്നിയോട് തന്നെയാണ്. ഗംഭീര പ്രകടനമാണ് ഷെസ്നി ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബാഴ്സലോണ ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലേക്ക് വരുമ്പോൾ PSG-യെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്താൻ ലിവർപൂളിന് കഴിഞ്ഞിട്ടുണ്ട്. PSG-യുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. മത്സരത്തിന്റെ 87ാമത്തെ മിനിറ്റിൽ ഹാർവി എലിയറ്റ് നേടിയ ഗോളാണ് ലിവർപൂളിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. പക്ഷേ മത്സരത്തിൽ ആധിപത്യം പുലർത്തിയതും ആക്രമണങ്ങൾ നടത്തിയതും PSG തന്നെയാണ്. ഗംഭീര പ്രകടനമാണ് PSG നടത്തിയിട്ടുള്ളത്. ആകെ 27 ഷോട്ടുകൾ ഉതിർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു ഗോൾ പോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മറുഭാഗത്ത് ലിവർപൂൾ 2 ഷോട്ടുകളാണ് ഉതിർത്തിട്ടുള്ളത്. ഒരു ഗോൾ അവർ നേടുകയും ചെയ്തു എന്നുള്ളതാണ്. മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും PSG-ക്ക് വിജയം നേടാൻ സാധിക്കാതെ പോയതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ലിവർപൂളിന്റെ ഗോൾ കീപ്പറായ ആലിസൺ ബക്കർ തന്നെയാണ്. മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഏതായാലും ലിവർപൂളിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന 2ാം പാദ മത്സരം വളരെ നിർണായകമാണ്. മറ്റൊരു മത്സരത്തിൽ ബയർ ലെവർക്യൂസനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ ബയേൺ മ്യൂണിക്കിന് കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിന്റെ 9ാമത്തെ മിനിറ്റിൽ തന്നെ ഹാരി കെയ്ൻ ഹെഡറിലൂടെ ഒരു ഗോൾ നേടിയിരുന്നു. പിന്നീട് 54ാമത്തെ മിനിറ്റിൽ ജമാൽ മുസിയാലയുടെ ഒരു ഗോൾ പിറന്നു എന്നുള്ളതാണ്. 62ാമത്തെ മിനിറ്റിലാണ് ബയർ ലെവർക്യൂസിന്റെ താരമായ നോർഡി മുക്കിയേല ഒരു റെഡ് കാർഡ് കണ്ട് പുറത്തു പോയത്. ഇതോടുകൂടി അവരുടെ നില പരുങ്ങലിലായി. പിന്നീട് മത്സരത്തിന്റെ 75ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഹാരി കെയ്ൻ വീണ്ടും ഗോൾ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ എതിരില്ലാത്ത 3 ഗോളുകളുടെ ഒരു വിജയം ബയേൺ മ്യൂണിക്ക് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം മറ്റൊരു മത്സരത്തിൽ ഇന്റർ മിലാൻ വിജയിച്ചിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫയനൂർദിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം മാർക്കസ് തുറാമാണ് ഗോൾ നേടിയത്. പിന്നീട് 50ാമത്തെ മിനിറ്റിൽ ലൗറ്ററോ മാർട്ടിനസ് ഒരു ഗോൾ കണ്ടെത്തുകയായിരുന്നു. 65ാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി ഇന്ററിന് ലഭിച്ചിരുന്നുവെങ്കിലും അത് സിലിൻസ്കി പാഴാക്കി എന്നുള്ളതാണ്. പക്ഷെ എതിരില്ലാത്ത 2 ഗോളുകളുടെ ഒരു വിജയം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇന്നലത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളുടെ ഒരു റിസൾട്ടുകൾ വരുന്നത്. ഏതായാലും ഇനി 2ാം പാദ മത്സരങ്ങളാണ് അരങ്ങേറാനുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.